ലോണായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ കയ്യിൽ റേസഡ് ആണ്, 2015 മോഡലാണ്. 2015 റേസഡ് നമുക്ക് വെറും 25,000 രൂപയ്ക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നമസ്കാരം. നമ്മുടെ എറണാകുളത്തുള്ള യൂസ്ഡ് ബൈക്കിൻ്റെ ഷോപ്പായ എറണാകുളത്ത് ബൈക്ക് മാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൈക്ക് മാർട്ടിൻ്റെ പുതിയൊരു വീഡിയോ ആണ്, ഫറാസിൻ്റെ വീഡിയോ. അപ്പോൾ ഫറാസിൻ്റെ നമ്മുടെ ലൊക്കേഷനാണ് ആദ്യം എല്ലാവർക്കും അറിയേണ്ടത്. എറണാകുളത്താണ് സ്ഥാപനം ഉള്ളത്. എറണാകുളത്തുള്ള സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് ബൈക്കിൻ്റെ ഷോപ്പാണ്. അപ്പോൾ യൂസ്ഡ് ബൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാത്തരം ബുള്ളറ്റുകൾ, അതുപോലെ തന്നെ ഹണ്ടർ, സാധാരണ ബുള്ളറ്റുകൾ, എല്ലാത്തരം വണ്ടികളുണ്ട്. അതേപോലെ തന്നെ R15 അങ്ങനെയുള്ള എല്ലാ വണ്ടികളുണ്ട്. അത് കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് 15,000 മുതൽ തുടങ്ങുന്ന ഡൗൺ പേയ്മെൻറ്റ്. ചില വണ്ടികൾ 15,000 ഇട്ടാം, 20,000 രൂപയാവാം, 25,000 രൂപയാവാം, 30,000 രൂപയാവാം. അപ്പോൾ അത് ഈ രാത്രി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ബഡ്ജറ്റിലുള്ള ബുള്ളറ്റുകൾ ഡൗൺ പേയ്മെൻ്റ് ആണ് ഞാൻ ഈ പറഞ്ഞ വണ്ടിയുടെ വിലയല്ല. അപ്പോൾ അത്രയും വണ്ടികൾ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമുക്കത് ലോണിലൂടെ എടുക്കാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലത്തും നമുക്ക് ലോണായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ അധികം ബുള്ളറ്റുകൾ, സാധാരണ വണ്ടികൾ, സ്കൂട്ടറുകൾ, ബൈക്കുകൾ, എല്ലാത്തരം വണ്ടികളും ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ വീഡിയോയിലിട്ട് വരുന്നതിന് മുമ്പ് ബുള്ളറ്റിൻ്റെ സെക്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലിട്ട് വരാം. അപ്പോൾ അതുകൂടാതെ ഞാൻ പറഞ്ഞ ലോണിൻ്റെ കാര്യങ്ങൾ, ലോൺ എടുക്കുന്നതിന് എന്തൊക്കെ വേണം. വണ്ടി നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ വന്ന് നോക്കി, നിങ്ങൾക്ക് ഓടിച്ചൊക്കെ നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ ആ വണ്ടി സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അധികം ഡോക്യുമെൻറ്റേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ വയനാട്, കാസർഗോഡ് ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും വളരെ ഈസി ഡോക്യുമെൻറ്റേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടുന്നത് ബാങ്കിൻ്റെ പാസ്ബുക്ക്, ആധാർ കാർഡ്, ഫോട്ടോയോ, പാൻ കാർഡ് ഉള്ളവരാണെങ്കിൽ പാൻ കാർഡ്, പിന്നെ ഒരു ഫോട്ടോ, ഇത്രയും സാധനങ്ങൾ മതി. ഇനിയിപ്പോൾ അതല്ല, ഇനിയിപ്പോൾ മറ്റുള്ള ജില്ലകളിലാണെങ്കിൽ ലോൺ കിട്ടുന്നതിന് പിന്നെ എല്ലാ അവിടെ ലോൺ തരുന്ന ഫിനാൻസ് കമ്പനിക്കാർക്കാണെങ്കിൽ ലാൻഡ് ടാക്സിൻ്റെ കോപ്പിയും ചെക്ക് ലീഫും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അത് ഉള്ളവർക്കാണെങ്കിൽ അത് ഉള്ള രീതിയിൽ എടുക്കാം. നമ്മൾ മറ്റു ജില്ലകൾ, സാധാരണ ജില്ല ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ പറഞ്ഞ ജില്ലകളിലാണെങ്കിൽ ആദ്യം ഡോക്യുമെൻറ്റേഷൻ ബാങ്കിൻ്റെ പാസ്ബുക്ക്, ആധാർ കാർഡ്, ഫോട്ടോയോ, പാൻ കാർഡ്, അത്രയും മതിയാവും. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസിലേക്ക് വരാം. നമുക്ക് ലോൺ കിട്ടും. ലോൺ കിട്ടുന്നതിന് സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ ലോൺ കിട്ടും. അതാണ് റോട്ടർക്ക് പറഞ്ഞു വന്നത്. ഓരോ വണ്ടികളുടെ വിലയും ഡീറ്റെയിൽസൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തുടങ്ങാം. R15 V3 ആണ്, 2019 വണ്ടിയാണ്. നല്ല കണ്ടീഷനായിട്ടുള്ള എറണാകുളം രജിസ്ട്രേഷൻ 772 എന്ന് പറഞ്ഞ ഫാൻസി നമ്പറിലുള്ള നമുക്ക് R15 കൊടുക്കാം. ഏകദേശം 20 മീറ്ററിൽ കാണിക്കുന്ന 24,000-27,000 കിലോമീറ്ററാണ് വണ്ടി. 2018-19 വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടി. എല്ലാ മോൺസ്റ്റർ എഡിഷനാണ്, മൂവി സ്റ്റാർ എഡിഷൻ. അപ്പോൾ അതേപോലെ തന്നെ ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് വെറും 95,000 രൂപയ്ക്ക് 1 ലക്ഷത്തിൽ താഴെ R15 V3 കൊടുക്കാം. 95,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഈ വണ്ടിയുടെ വില 95,000 ആണ്. അതിനകത്ത് ഏകദേശം നമുക്കൊരു 20,000 രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാൻ പറ്റും. സിബിൽ സ്കോർ ഉള്ളവർക്കാണെങ്കിൽ 20,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാൻ പറ്റും. വണ്ടി നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. നമുക്ക് ലോണായിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നല്ല വണ്ടി തന്നെയാണ് R15 V3. അതേപോലെ തന്നെ ബുള്ളറ്റ് നമുക്ക് ഫസ്റ്റ് ടൈം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2019 മോഡൽ ബുള്ളറ്റാണ്. 2019 മോഡൽ ഡിസ്ക് ബ്രേക്ക്, ABS ഒക്കെ വരുന്ന ബ്ലാക്ക് ബുള്ളറ്റാണ്. നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം 1,20,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. വണ്ടി നല്ല വണ്ടി തന്നെയാണ്. നമുക്ക് ഏകദേശം നമുക്കൊരു 15 രൂപ 20 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ബുള്ളറ്റ് ആണെങ്കിൽ അത് സെയിലായ മോഡൽ 2020 സെയിലായ വണ്ടിയാണ്. അപ്പോൾ അടുത്ത് വരുന്നത് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് 1999 മോഡൽ, പഴയ മോഡൽ ബുള്ളറ്റാണ്. അതിന് ഇടത് സൈഡിൽ ബ്രേക്ക്, ഇടത് കാലിൽ ബ്രേക്ക് വരുന്ന വണ്ടിയാണ്, വലത് കാലിൽ ഗിയർ വരുന്ന ഈ മോഡൽ പഴയ മോഡൽ ബുള്ളറ്റാണ്. വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പോൾ അതാണെങ്കിൽ ഏകദേശം 32,000 കിലോമീറ്ററാണ് മീറ്ററിൽ കാണിക്കുന്നുള്ളൂ വണ്ടി. അതേപോലെ തന്നെ ലൈറ്റ്, ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം LED ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന പുതിയ ടയർ, എല്ലാ വണ്ടി നല്ല നീറ്റാണ്. നമുക്ക് വെറും 75,000 രൂപയ്ക്ക് കൊടുക്കാം. 2030 വരെ പേപ്പർ റീടെസ്റ്റ് ഒക്കെ ചെയ്തേക്കണെയാണ്. 2030 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ബുള്ളറ്റ് 2014 മോഡൽ ബുള്ളറ്റാണ്. നമുക്ക് വെറും 60,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. വെറും 60,000 രൂപയ്ക്ക് നമുക്ക് ഈ ബുള്ളറ്റ് കൊടുക്കാൻ പറ്റും. 2014 മോഡൽ ബുള്ളറ്റ്. സാധാരണ 2017 ശേഷമുള്ള വണ്ടികൾക്കാണ് ലോണായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ലോൺ കിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ 99 ലോൺ കിട്ടില്ല. ലോൺ കിട്ടുന്ന വണ്ടികളിലേക്ക് വരാം. നമുക്കിത് 2017 വണ്ടിയാണ്. 2017 മോഡൽ സ്റ്റാൻഡേർഡ് ക്ലാസിക് ബുള്ളറ്റ്. നമുക്ക് ഏകദേശം നമുക്കൊരു 75,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ 2018 മോഡൽ ബുള്ളറ്റാണ്. 2018 മോഡൽ ബുള്ളറ്റ് 1,15,000 രൂപയ്ക്ക് കൊടുക്കാം. ക്ലാസിക് ബുള്ളറ്റാണ്.
അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങൾ ബോഡി എല്ലാം നല്ല നീറ്റാണ്. ഡിസ്ക് ബ്രേക്കാണ്. അതേപോലെ തന്നെ എല്ലാ ഭാഗം നല്ലതാണ്. നമ്മൾ വന്ന് ഓടിച്ച് നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം നമ്മൾ എടുത്താൽ മതി. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ 2019 മോഡൽ 2018 മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ്. 2018 മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ വണ്ടി KL 43K 881 നമ്പർ ഈ വണ്ടി കൊടുക്കാം. നമുക്ക് ഏകദേശം നമുക്കൊരു 95,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 95,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുത്താൽ നമുക്ക് ഏകദേശം ഒരു 20 രൂപ 25 രൂപ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബുള്ളറ്റ് സ്വന്തമാക്കാം. അതേപോലെ തന്നെ ഇതായിരിക്കണു 2018 മോഡൽ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് വരുന്ന ഗൺമെറ്റൽ ഗ്രേ എന്ന് പറഞ്ഞ മോഡൽ നല്ല വണ്ടിയാണ്. അഡീഷണൽ ഗാർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സാരി ഗാർഡൊക്കെ ഉള്ള സ്റ്റോക്ക് കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് ഏകദേശം 1,18,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടി 1,18 കൊടുക്കാം. നമുക്കതിന് ഏകദേശം ഒരു 20 രൂപ ഒക്കെ അടച്ചു കഴിഞ്ഞാൽ ലോണും കിട്ടും. അടുത്തത് വരുന്നത് ബുള്ളറ്റ് 2011 മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ്. ഏകദേശം നമുക്ക് വെറും 52,000 രൂപയ്ക്ക് കൊടുക്കാം. 52,000 രൂപയ്ക്ക് 2011 മോഡൽ ക്ലാസിക് ബുള്ളറ്റ് നല്ല വണ്ടിയാണ്. നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഞാനത് നല്ല വണ്ടി തന്നെയാണ്. സെൽഫ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയാണെങ്കിൽ നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ വണ്ടിയുടെ വില വെറും ലോൺ കിട്ടില്ല. വെറും 52,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാം. അടുത്ത് വരുന്നത് 2019 മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ്. അത് നല്ല പക്ക കളറ് നല്ല നീറ്റായിട്ടുള്ള ഈ വണ്ടി കൊടുക്കാൻ പറ്റുന്ന വില വെറും 1,15,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 20 രൂപ 25 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ 2021 മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ഉണ്ട്. 1,32,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില. വണ്ടി നല്ല കണ്ടീഷനാണ്. ABS ആണ്, ഡിസ്ക് ബ്രേക്കാണ്, എല്ലാ ഭാഗങ്ങളും ഓക്കെയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. 2021 മോഡൽ വണ്ടിയാണ്. നമുക്ക് ഏകദേശം 1,32,000 രൂപയ്ക്ക് നമുക്ക് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് കൊടുക്കാം. അടുത്ത തണ്ടർബേർഡ് ആണ്. 2019 മോഡൽ വണ്ടിയാണ്. ABS ഉള്ള തണ്ടർബേർഡ് 2019 വണ്ടി 1,05,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അടുത്തത് ആണെങ്കിലും ബുള്ളറ്റിൻ്റെ സ്റ്റാൻഡേർഡ് തന്നെ ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് 2021 മോഡൽ വണ്ടിയാണ്. നല്ല പക്ക കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. സെൽഫ് സ്റ്റാർട്ടറുള്ള സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് 1,38,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 2021 മോഡലാണ്. വണ്ടി നല്ല വണ്ടിയാണ്. വണ്ടി വന്ന് ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുത്താൽ നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അടുത്ത് വരുന്നത് 2018 മോഡൽ ക്ലാസിക് ബുള്ളറ്റ്. അത് ഗൺമെറ്റൽ ഗ്രേ വണ്ടി, ഡിസ്ക് ബ്രേക്ക് ഒക്കെ ഉള്ള വണ്ടി 1,20,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം നമുക്കൊരു 20 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ എടുക്കാം. വണ്ടി ഏകദേശം മാസം അടവ് ഒരു 1,00,000 രൂപയ്ക്ക് ഏകദേശം 4,200 രൂപയാണ്. 1,00,000 രൂപയാണ് നമ്മൾ ലോൺ എടുക്കണമെങ്കിൽ. 1,00,000 രൂപയുടെ വണ്ടിക്കല്ല, 1,00,000 രൂപയാണ് ലോൺ എടുക്കണമെങ്കിൽ നമുക്കൊരു 4,200 4,300 താഴെ മാസം അടവ് വരുള്ളൂ. അതേപോലെ തന്നെ ഹണ്ടർ 2023 മോഡൽ ഹണ്ടർ 2 എണ്ണം ഇരിക്കുന്നുണ്ട്. 1,55,000 രൂപയാണ് വില. ഏകദേശം ഒരു 35,000 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ ഡൊമിനാർ ഉണ്ട്. 2021 മോഡൽ ഡൊമിനാറാണ്. 1,52,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 35,000 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. വണ്ടി നല്ല പക്ക കണ്ടീഷൻ വണ്ടികൾ. നമ്മുടെ ലൊക്കേഷൻ ഒന്നും കൂടി പറയാം. എറണാകുളത്താണ്. പലരും നമ്മുടെ ഈ വീഡിയോ കണ്ടാലും പലരും വിളിക്കുന്നുണ്ട് എവിടെ സ്ഥലം. അപ്പോൾ നമ്മുടെ സ്ഥലം എറണാകുളത്ത് തന്നെയാണ്. എറണാകുളത്ത് കലൂർ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ, കലൂർ സ്റ്റേഡിയം ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ മെട്രോയുടെ പില്ലർ നമ്പർ നോക്കി കഴിഞ്ഞാൽ 550 നമ്പർ 550 എന്നുള്ള പില്ലറിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബൈക്ക് മാർട്ട് എന്ന് പറയുന്ന ഷോപ്പ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും എറണാകുളത്തേക്ക് വന്നാൽ മതി. നമുക്ക് വണ്ടി വന്ന് നോക്കി അന്ന് തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള പരിപാടികൾ ചെയ്യാം. ഡിവിഷനിൽ വരുമ്പോൾ 2022 മോഡൽ റേസ് ZR എന്ന് പറഞ്ഞ മോഡലാണ്. ഹൈബ്രിഡ് വണ്ടിയാണ്. ഹൈബ്രിഡ് വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ മനസ്സിലാവും. ഞാനും പറഞ്ഞുതരാം. ഹൈബ്രിഡ് വണ്ടിയാണ്. മൈലേജ് ഏകദേശം നമുക്കൊരു 65 മുകളിൽ മൈലേജ് കിട്ടുന്ന ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് ടയറൊക്കെ നല്ല ടയർ കാര്യങ്ങളാണ്. നമുക്ക് ടയറിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പോലെ ഏകദേശം 72,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 72,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 10 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. അടുത്ത് ആകുമ്പോൾ ബെർഗ്മാൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ മോഡലാണ്. ബെർഗ്മാൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ മോഡൽ 2021 വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 68,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ബെർഗ്മാൻ സ്ട്രീറ്റ് എടുക്കാൻ പറ്റും. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അടുത്ത് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫാസിനോ 2022 ഫാസിനോയാണ്. 2022 ഫാസിനോയാണ്. നല്ല കളറാണ്. നല്ല നീറ്റ് വണ്ടി. ഈ പറഞ്ഞ പോലെ തന്നെ മൈലേജ് ഉള്ള വണ്ടിയാണ്. ഹൈബ്രിഡ് വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഏകദേശം 72,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അടുത്തത് 2023 ഡിയോയാണ്. ഏകദേശം 19,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ഈ ഡിയോ വെറും 75,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. നല്ല കണ്ടീഷനായിട്ടുള്ള ഡിയോയുടെ
ഡീലക്സ് എന്ന് പറഞ്ഞ മോഡലാണ്. ഡിയോയുടെ DX എന്ന് പറഞ്ഞ മോഡലാണ്. നല്ല വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. പെരുമ്പാവൂർ രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. 2023 ഈ വണ്ടി. അടുത്ത് വരുമ്പോൾ എൻടോർക്കാണ്. എൻടോർക്ക് 2022 വണ്ടിയാണ്. 2022 എൻടോർക്ക് നല്ല പക്ക കണ്ടീഷനായിട്ടുള്ള ഈ എൻടോർക്കാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് 2022 വണ്ടി ഏകദേശം നമുക്കൊരു 78,000 രൂപ ആ റേഞ്ചിന് കൊടുക്കാൻ പറ്റും. അടുത്തത് വരുമ്പോൾ 2022 തന്നെ വണ്ടിയാണ് എൻടോർക്ക്. അതും ഈ പറഞ്ഞ പോലെ തന്നെ റേസ് എഡിഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റൊക്കെ LED ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഏകദേശം നമുക്കൊരു 78,000 രൂപ ആ റേഞ്ചിന് കൊടുക്കാൻ പറ്റും. അടുത്ത് 2023 എൻടോർക്കാണ്. ഇനിയും എൻടോർക്കുകളുണ്ട്. ഈ എൻടോർക്കാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഒരു 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ച് എൻടോർക്ക് എടുക്കാൻ പറ്റും. ഈ വണ്ടിയുടെയൊക്കെ വിലയാണെങ്കിലും ഏകദേശം വില വരുന്നത് ഏകദേശം ഒരു 82,000 രൂപ ആ റേഞ്ചിന് കൊടുക്കാൻ പറ്റും. 80 രൂപയ്ക്ക് കൊടുക്കാം. നമുക്ക് ഏകദേശം ഒരു 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി. അടുത്ത് വരുമ്പോൾ ഇത് നമ്പർ പ്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 2018 മോഡൽ റേസ് ZR എന്ന് പറഞ്ഞ മോഡലാണ്. 2018 മോഡൽ റേസ് ZR ആണ്. നമ്പർ പ്ലേറ്റ് മാറ്റി വെച്ച് ക്ലീൻ ആക്കി തരാം. വണ്ടി നല്ല വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് വെറും 30,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്കൊരു 10 രൂപ താഴെയുള്ള ഡൗൺ പേയ്മെൻറ്റിൽ എടുക്കാം. അടുത്ത റേസ് Z ആണ്. 2015 മോഡലാണ്. 2015 റേസ് Z നമുക്ക് വെറും 25,000 രൂപയ്ക്ക് കൊടുക്കാം. അതുപോലെ തന്നെ മാസ്ട്രോ 2016 മോഡൽ മാസ്ട്രോ വെറും 25,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതും മാസ്ട്രോയാണ്. ഇതൊക്കെ ലോണായിട്ട് കിട്ടും. ഏകദേശം ഒരു 10 രൂപ താഴെയുള്ള ഡൗൺ പേയ്മെൻറ്റ് 6-7 ഡൗൺ പേയ്മെൻറ്റ് അടച്ച് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മാസ്ട്രോ ആണ്. നല്ല കണ്ടീഷനായിട്ടുള്ള ഈ മാസ്ട്രോ ആണെങ്കിലും 2018-16 വണ്ടിയാണ്. ഏകദേശം 25,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ പ്ലഷർ 2020 മോഡൽ പ്ലഷറാണ്. ഏകദേശം നമുക്കൊരു 48,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ്. അത് ഫാസിനോ 2018 മോഡൽ വണ്ടി 42,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ 2019 മോഡൽ വണ്ടിയാണ്. ആക്റ്റീവ വെറും 50,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല പക്ക കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ ഹോണ്ടയുടെ ഗ്രാസിയ എന്ന് പറഞ്ഞ വണ്ടി 2019 വണ്ടികളാണ്. രണ്ടും ഏകദേശം നമുക്കൊരു 42,000 രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഗ്രാസിയാണ്. നല്ല വണ്ടിയാണ്. ഒരെണ്ണം അലോയ് വീലാണ്, ഒരെണ്ണം സാധാരണ വീലാണ്. അലോയ് വീൽ ഡിസ്ക് ഉള്ളതാണെങ്കിൽ നമുക്ക് ഏകദേശം 45 വരും. ഇതാണെങ്കിൽ ഒരു 42,000 രൂപ ആ റേഞ്ചിനെ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ TVSൻ്റെ ജുപ്പിറ്റർ നല്ല കണ്ടീഷനായിട്ടുള്ള TVSൻ്റെ ജുപ്പിറ്ററാണ്. 2023 വണ്ടികളാണ്. നമുക്ക് ഏകദേശം 65 വണ്ടിയുടെ വില വരുന്നത്. 65 വണ്ടിയുടെ വില വരുമ്പോൾ ഏകദേശം ഒരു 10 രൂപ താഴെയുള്ള ഡൗൺ പേയ്മെൻറ്റ് 7 രൂപയ്ക്ക് എടുക്കാം. പിന്നെ 2015 മോഡൽ യമഹയുടെ ആൽഫ എന്ന് പറഞ്ഞ മോഡലാണ്. നമുക്ക് ഏകദേശം 26,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നല്ല വണ്ടിയാണ്. വെറും 20 രൂപ താഴെയുള്ള വണ്ടികളാണ് ഈ ഇരിക്കുന്ന വണ്ടി. വെറും 20,000 രൂപ താഴെ ഈ വണ്ടിക്ക് വരുള്ളൂ. പിന്നെ അതേപോലെ ഇരിക്കുന്ന ഡ്യൂക്കിൻ്റെ അതായത് ഇവിടെ തന്നെ ബൈക്കിൻ്റെ സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡ്യൂക്ക് ഇരിപ്പുണ്ട്. ഡ്യൂക്ക് 125 ആണ്. 125 cc വണ്ടിയാണ്. ഇത് നമുക്ക് ലോൺ കിട്ടി 20 രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഡ്യൂക്ക് 125 എടുക്കാം. വണ്ടി നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. ഇതാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ വില വെറും 78,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം 78,000 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 20 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. 3,000 രൂപ താഴെയുള്ള ഡൗൺ പേയ്മെൻറ്റേ വരുള്ളൂ. അടുത്ത് വരുന്നത് എക്സ്പൾസ് ആണ്. 2023 എക്സ്പൾസ് ആണ്. നല്ല കണ്ടീഷനായിട്ടുള്ള ഈ എക്സ്പൾസിൻ്റെ വില 1,22,000 രൂപയാണ്. അതേപോലെ തന്നെ ഇതും നമുക്ക് ഏകദേശം 20 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ച് എടുക്കാൻ പറ്റും. അടുത്ത് വരുന്നത് 2021 മോഡൽ എക്സ്പൾസ് ആണ്. അതാണെങ്കിലും 4V അല്ല, സാധാരണ 2V വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം 90,000 രൂപയ്ക്ക് കൊടുക്കാം. ABS ഡിസ്ക് ബ്രേക്ക്. അടുത്ത് ആക്റ്റീവ് പറഞ്ഞ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. 2016 മോഡൽ ആക്റ്റീവയാണ്. വെറും 35,000 രൂപയ്ക്ക് നല്ല വണ്ടി, ക്ലീൻ വണ്ടി കൊടുക്കാം. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. നല്ല നീറ്റാണ്. അതുപോലെ തന്നെ പാഷൻ പ്രോ 2014 മോഡൽ പാഷൻ പ്രോ നമുക്കൊരു 26,000 രൂപയ്ക്ക് കൊടുക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ സൂപ്പർ സ്പ്ലെൻഡർ 2020 മോഡൽ സൂപ്പർ സ്പ്ലെൻഡറാണ്. ഈ ഇതാണെങ്കിൽ 2021 മോഡൽ വണ്ടിയാണ്. R15 V3 1,20,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം നമുക്കൊരു 25 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എടുക്കാം. അതേപോലെ തന്നെ അപ്പാച്ചെ 2019 മോഡൽ വണ്ടിയാണ്. 2019 അല്ലേ? 2019 മോഡൽ വണ്ടിയാണ്. നല്ല കണ്ടീഷൻ വണ്ടി. ഏകദേശം 2019 അല്ല, 2022 വണ്ടിയാണ്. 2022 വണ്ടി നമുക്കൊരു 85,000 രൂപയ്ക്ക് നമുക്ക് അപ്പാച്ചി കൊടുക്കാം. 85,000 രൂപയ്ക്ക് കൊടുക്കാം. അടുത്ത് വരുമ്പോൾ 2024 വണ്ടിയാണ്. 1,00,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷനായിട്ടുള്ള വണ്ടി. 1,00,000 രൂപ 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി. അടുത്ത് വരുമ്പോൾ 2022 മോഡൽ വണ്ടി നമുക്ക് ഏകദേശം നമുക്കൊരു 85,000 രൂപയ്ക്ക് കൊടുക്കാം. അപ്പാച്ചെ 160 ആണ്. നല്ല കണ്ടീഷൻ വണ്ടി. യമഹയുടെ FC ഇരിക്കുന്നത്. ഇതൊക്കെ 10 രൂപ ഡൗൺ പേയ്മെൻറ്റ്. FC ആണെങ്കിൽ 2019 മോഡൽ FC ആണ്. വണ്ടിയുടെ വില വരുന്നത് വെറും 60,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 60,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. അടുത്ത് 2022 മോഡൽ FC ആണ്. വണ്ടിയുടെ വില വരുന്നത് വെറും 85,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ എടുക്കാൻ പറ്റും. യമഹയുടെ FC
വെർഷൻ 3 എന്ന് പറഞ്ഞ മോഡൽ. അതേപോലെ തന്നെ ഹോണ്ട ഷൈൻ ഇരിക്കുന്നുണ്ട്. ഹോണ്ട ഷൈൻ ആണെങ്കിലും 2021 മോഡൽ ഹോണ്ട ഷൈനാണ്. വെറും 60,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. വെറും 60,000 രൂപയ്ക്ക് നല്ല ക്ലീൻ വണ്ടി. അതേപോലെ തന്നെ അതിനും നമുക്കൊരു 10 രൂപ ഡൗൺ പേയ്മെൻ്റ് അവിടെ. അതേപോലെ തന്നെ പിന്നെ CB300 എന്ന് പറഞ്ഞ വണ്ടിയാണ് ഹോണ്ടയുടെ വണ്ടി. അതേപോലെ തന്നെ ഹോണ്ടയുടെ CB300 എന്ന് പറഞ്ഞ മോഡലാണ്. വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ്. വണ്ടി ഒന്ന് ഡിലീറ്റ് ചെയ്തേ. CB300F എന്ന് പറഞ്ഞ വണ്ടിയാണ്. 2023 മോഡൽ വണ്ടി. നമുക്ക് ഏകദേശം 1,15,000 രൂപ കൊടുക്കാം. 1,15,000 രൂപ കൊടുക്കാം. നമുക്ക് ഏകദേശം ഒരു 15 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 2022 മോഡലാണ് ഹോണ്ട ഷൈൻ. നമുക്ക് ഏകദേശം 65,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 10 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റും. അതേപോലെ ഇതാണെങ്കിലും ഹോർണറ്റ് 2018 മോഡൽ ഹോർണറ്റാണ്. ഏകദേശം നമുക്കൊരു 50,000 രൂപ റേഞ്ചിന് കൊടുക്കാൻ പറ്റും. 2019 വണ്ടിയാണ്. നല്ല വണ്ടി, നീറ്റ് വണ്ടി. അതേപോലെ തന്നെ ഈ വണ്ടിയാണെങ്കിൽ 2021 ഹോണ്ടയുടെ ഷൈനാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ വില ഏകദേശം നമുക്കൊരു 60,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 60,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ സ്പ്ലെൻഡർ 2023 സ്പ്ലെൻഡറാണ്. ഏകദേശം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് വെറും 65,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 2023 സ്പ്ലെൻഡർ 65,000 രൂപ. അതേപോലെ തന്നെ ഹോണ്ടയുടെ 2023 മോഡൽ ഷൈനാണ്. ഏകദേശം നമുക്കൊരു 65,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ വെറും 800 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഹോണ്ടയുടെ തന്നെ CD110 ആണ്. CD110 എന്ന് പറഞ്ഞ ഈ മോഡൽ വെറും 800 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ വില വരുന്നത് 65,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ 2019 സൂപ്പർ സ്പ്ലെൻഡറിൻ്റെ വില ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 50,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി. പൾസർ NS 125 എന്ന് പറഞ്ഞ മോഡലാണ്. 2022 പൾസർ 125 വെറും 52,000 രൂപ. വെറും 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ എടുക്കാം. അതേപോലെ തന്നെ ജിക്സർ 2022 മോഡൽ വണ്ടി 85,000 രൂപ. അതേപോലെ തന്നെ 2019 മോഡൽ വണ്ടി ഏകദേശം 10 രൂപ താഴെയുള്ള ഡൗൺ പേയ്മെൻറ്റിൽ കിട്ടാൻ പറ്റുന്ന വണ്ടിയാണ്. അതേപോലെ തന്നെ 2019 വണ്ടിയാണ് ജിക്സർ. 2019 ജിക്സർ വെറും 40,000 രൂപ. നല്ല നീറ്റ് വണ്ടി. അതേപോലെ തന്നെ 2018 മോഡൽ വണ്ടി നല്ല ക്ലീൻ വണ്ടി. നമുക്ക് ഏകദേശം ഒരു 35,000 രൂപ. അതേപോലെ തന്നെ പൾസർ 150 P150 എന്ന് പറഞ്ഞ മോഡലാണ്. 2023 P150 ആണ്. അടിപൊളി വണ്ടി, ക്ലീൻ വണ്ടിയാണ്. സിംഗിൾ സീറ്റ് വരുന്ന ഈ വണ്ടിയാണെങ്കിൽ ABS ഡിസ്ക് ബ്രേക്കൊക്കെ വരുന്ന ഈ വണ്ടിയാണെങ്കിലും നമുക്ക് നിസ്സാര വിലയ്ക്ക് കൊടുക്കാം. ഏകദേശം നമുക്കൊരു 85,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ പൾസർ 125 2023 മോഡലാണ്. 2023 മോഡൽ പൾസർ 125 നല്ല ക്ലീൻ വണ്ടി. 24 വണ്ടിയാണ്. നമുക്ക് ഏകദേശം നമുക്കൊരു 68,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. അതേപോലെ തന്നെ NS ആണെങ്കിലും NS 200 ആണ്. 2020 മോഡൽ വണ്ടിയാണ്. 2020 മോഡൽ വണ്ടി നമുക്ക് ഏകദേശം ABS വരുന്ന വണ്ടി നമുക്ക് ഏകദേശം 1,00,000 താഴെ കൊടുക്കാം. ഏകദേശം 20 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാം. 2019 മോഡൽ പൾസർ 45,000 രൂപ നമുക്കൊരു 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് എടുക്കാം. അതേപോലെ 220 2018 മോഡൽ ഈ വണ്ടിയാണെങ്കിലും 220 നമുക്കൊരു 55,000 രൂപയ്ക്ക് കൊടുക്കാം. NS 2018 മോഡൽ NS നമുക്കൊരു 72,000 രൂപയ്ക്ക് കൊടുക്കാം. 15 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാം. അതേപോലെ തന്നെ അടുത്തൊരു NS ആണ്. NS 160 2022 വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 77,000 രൂപയ്ക്ക് കൊടുക്കാം. 77,000 രൂപ. അതേപോലെ തന്നെ പൾസറിൻ്റെ 200 2024 വണ്ടിയാണ്. 2024 ഷോറൂം കണ്ടീഷനുള്ള പൾസർ ABS കാര്യങ്ങളൊക്കെ വരുന്ന ഈ വണ്ടി 2024 വണ്ടിയാണ്. 5,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. വണ്ടി 1,32,000 രൂപയ്ക്ക് 30 കൊടുക്കാം. 1,30,000 രൂപയ്ക്ക് 2024 വണ്ടി 5,000 കിലോമീറ്റർ മാത്രം ഓടി വണ്ടി കൊടുക്കാം. അതേപോലെ തന്നെ ഇതും 2024 വണ്ടിയാണ്. വെറും 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടിയുടെ വില വരുന്നത് വെറും 1,25,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ അടുത്ത പൾസറാണ്. അടുത്ത പൾസർ NS 160 ആണ്. NS 160 2020 മോഡൽ വണ്ടി നമുക്ക് ഏകദേശം വെറും 60,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാം. അതേപോലെ തന്നെ വീണ്ടും NS ഇരിക്കുന്നുണ്ട്. 2019 വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 80,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ബജാജിൻ്റെ CT 110X 2022 വണ്ടിയാണ്. 53,000 രൂപയ്ക്ക് കൊടുക്കാം. അത് പ്ലാറ്റിന 2023 വണ്ടിയാണ്. ഏകദേശം 57,000 രൂപയ്ക്ക് കൊടുക്കാം. അത് 2021 മോഡൽ പ്ലാറ്റിന ഇരിപ്പുണ്ട്. ഇതൊക്കെ പ്ലാറ്റിന C100 വെറും 5,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് ഇറക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ ആണെങ്കിൽ ഈ പ്ലാറ്റിന ഇരിക്കുന്നുണ്ട്, അവഞ്ചർ ഇരിക്കുന്നുണ്ട്, എല്ലാ വണ്ടികളും ഇരിക്കുന്നുണ്ട്. അവഞ്ചർ എന്തോ സെയിലായി.
പിന്നെ കുറച്ച് പുറകിൽ കുറേ വണ്ടികളും കൂടിയുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് പറയാനായിട്ട് നമുക്ക് ഇപ്പോൾ സമയമില്ല. നമ്മുടെ വീഡിയോ തന്നെ അധികം ദീർഘിച്ചു പോയി, എല്ലാവരും ക്ഷമിക്കുക. നമുക്ക് അധികം വണ്ടികളും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾ വന്നാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്, വാട്സാപ്പിലൂടെ ചോദിച്ചാലും നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം. എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.